നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ നിർമ്മാണത്തിലുള്ള പാലം അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്ന പാലമൊക്കെ തകർന്നു വീഴുന്ന ഒരു നിത്യേന പോലത്തെ സംഭവം പോലെ മാറിയിട്ടുണ്ട്. ഗുജറാത്തിൽ ഒരു പാലം തകർന്നു വീണു. പക്ഷെ ഇതിലെ ഏറ്റവും കഷ്ടകരമായ കാര്യം 9 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ആനന്ദ് വഡോദര ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഗാംഭിര പാലമാണ് തകർന്നു വീണത്. അപകടത്തിൽ 4 വാഹനങ്ങൾ വെള്ളത്തിൽ വീണു. 40 വർഷം പഴക്കമുള്ള പാലമാണ് തകർന്നു വീണത്. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീജിത്ത്, പാലങ്ങളൊക്കെ രാജ്യത്ത് തുരുതുരാ വീഴുകയാണ്. ബീഹാറിൽ 17 ദിവസത്തിനിടെ 12 പാലം, മധ്യപ്രദേശിൽ ഇക്കഴിഞ്ഞ മാസം പോലും 80 കോടിയുടെ പാലം തകർന്നു വീണു. ഇപ്പോൾ ഗുജറാത്തിൽ പിന്നെ പറയാൻ കഴിയുന്ന ഒരു കാര്യം വർഷങ്ങൾ പഴക്കമുള്ളതാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? മരണസംഖ്യ എങ്ങനെയാണ്? വിവരങ്ങൾ പറയാം. ഇത് 9 പേരാണ് ഗുജറാത്തിൽ ഇപ്പോൾ പാലം തകർന്ന് മരണപ്പെട്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പാലമാണ്. കാരണം വഡോദര ജില്ലയും ആനന്ദ് ജില്ലയും മധ്യ ഗുജറാത്തിനെയും സൗരാഷ്ട്രയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏതാണ്ട് വലിയ രൂപത്തിൽ യാത്രക്കാർ ഉപയോഗിക്കുന്ന ഒരു പാലമാണ്. രാവിലെ 7:30ക്കാണ് അപകടം ഉണ്ടാകുന്നത്. നമ്മളുടെ ഒരു സങ്കല്പത്തിനപ്പുറത്തേക്ക് വലിയൊരു ദുരന്തമാണ്. കാരണം യാത്ര ചെയ്ത് പോകുമ്പോൾ, വാഹനം ഓടിച്ചു പോകുമ്പോൾ പാലം തകരുകയും ആ പാലം തകർന്ന് വാഹനങ്ങൾ പുഴയിലേക്ക് വീഴുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ സിനിമയിലേക്ക് മാത്രം കണ്ടിട്ടുള്ളൊരു അവസ്ഥയാണ്. ആ അവസ്ഥയാണ് ഇന്ന് ഗുജറാത്തിൽ സംഭവിച്ചത്. വലിയ ദുരന്തമാണ്. വലിയ രൂപത്തിൽ ആളുകൾ സഞ്ചരിക്കുന്ന പാതയാണത്. 45 വർഷം പഴക്കം എന്നുള്ളത് ഒരു വലിയ പഴക്കമുള്ള സംഗതിയായി കാണുന്നില്ല. പക്ഷേ എന്നാൽ പോലും പാലത്തിന് കേടുപാടുകൾ ഉണ്ടായിരുന്നു, അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഗുജറാത്ത് സർക്കാർ നൽകുന്ന വിശദീകരണം. പക്ഷേ എന്നിരുന്നാൽ പോലും വലിയൊരു അപകടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് വസ്തുതയാണ്. അത് ഗുജറാത്തിൽ മാത്രമാണ്. ഗുജറാത്തിൽ നമുക്കറിയാം 2022 ഗുജറാത്തിലെ മോർബിയിൽ പാലം തകർന്ന് ഏതാണ്ട് 141 പേരാണ് മരണപ്പെട്ടത്. അങ്ങനെ പാലങ്ങൾ തകരുന്നത് ഒരു പുതിയ കാര്യമല്ല എന്നുള്ളത് ഗുജറാത്തിൽ മാത്രമല്ല തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെല്ലാം. ഇതിനു മുൻപ് നമ്മൾ കണ്ടത് പൂനെയിൽ ജൂൺ 15 ഈ കഴിഞ്ഞ മാസമാണ്. ജൂൺ 15 പൂനെയിൽ പാലം തകർന്ന് ഏതാണ്ട് 4ഓളം പേരാണ്, അതായത് ആ പാലത്തിൽ കയറി നിന്ന് കാഴ്ച കാണാൻ കയറിയുന്ന ആളുകളാണ്. അത് ഇരുമ്പ് പാലമാണ്. ഒരുപക്ഷെ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നില്ല, സ്കൂട്ടറുകൾ മാത്രമാണ് യാത്ര ചെയ്യുന്നത്. പൂനെയിൽ ഇന്ദ്രായണി നദിക്ക് കുറുകെയാണ്. അവിടെ 4 പേരാണ് മരണപ്പെട്ടത്. അടുത്ത മറ്റൊരു സംസ്ഥാനമായ ബീഹാറിലേക്ക് പോയാൽ തുടർച്ചയായി പാലങ്ങൾ തകർന്നു വീഴുന്നത് നമ്മുടെ കൺമുന്നിലുള്ളതാണ്. ഏതാണ്ട് എൻ്റെ കയ്യിലുള്ള കണക്കുകൾ പ്രകാരം ബീഹാറിൽ ഏതാണ്ട് 2022 മുതൽ ഇതുവരെ ഏതാണ്ട് 16 പാലങ്ങളാണ് തകർന്നു വീണിട്ടുള്ളത്. അത് സിവാൻ, സമസ്തിപൂർ, സരൺ, മധുബാനി അടക്കം എല്ലാ ജില്ലകളിലും ബീഹാറിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പാലം തകർന്നും നിർമ്മാണം പൂർത്തിയായ പാലം തകർന്നും വാഹന ഗതാഗതം ഉള്ള പാലം തകർന്നും ഒക്കെ വലിയ രൂപത്തിൽ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അതൊക്കെ ഇത് പക്ഷേ സാധാരണ സർക്കാരുകൾ പറയാറുള്ളത് മഴക്കാലമാകുമ്പോൾ ഇത് വലിയ ദുരന്തത്തിൽ പോകുന്നുള്ളതാണ്. മഴക്കാലമാകുമ്പോൾ പാലം തകരുകയാണെങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ളതാണ് ഇതിൻ്റെ കൗതുകം. കഴിഞ്ഞ 5 വർഷത്തിനിടെ രാജ്യത്ത് 42 പ്രധാന പാലങ്ങളാണ് തകർന്നിട്ടുള്ളത്. കണക്കാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 2019 മുതൽ 2024 വരെ 42 പ്രധാന പാലങ്ങളാണ് തകർന്നിട്ടുള്ളത്. ദേശീയപാതകളിൽ മാത്രം 21 പാലങ്ങൾ, അതിൽ 15 എണ്ണം പൂർത്തിയായതാണ്, 6 എണ്ണം നിർമ്മാണത്തിലിരിക്കുന്നതാണ്. ഇതാണ് കണക്കുകൾ. ഇതിൽ പൂനെയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജൂൺ 15 പൂനെയിലെ കുന്തുമലയിൽ ഇന്ദ്രായണി നദിക്ക് കുറുകെയുള്ള പാലം തകർന്ന് ഏതാണ്ട് 4 പേർ കൊല്ലപ്പെടുന്നു, 50ലധികം പേർക്ക് പരിക്കേൽക്കുന്നു. അസം മേഘാലയ അതിർത്തിക്കടുത്ത് ഹാരങ് നദിക്ക് കുറുകെ പാലം തകർന്ന് അപകടം ഉണ്ടാകുന്നു. മോർബി, നേരത്തെ സൂചിപ്പിച്ച ഗുജറാത്തിൽ മോർബിയിൽ 2022 135 പേരാണ് മോർബിയിൽ പാലം തകർന്ന് ആളുകൾ മരിക്കുന്നത്. 2019 മുംബൈയിൽ ഫുട് ഓവർബ്രിഡ്ജ് തകർന്ന് ഏതാണ്ട് 6 പേർ മരിക്കുന്നു. വാരണാസിയിൽ ഫ്ലൈ ഓവർ തകർന്ന് 2018 മെയ് 15 18 പേർ മരിക്കുന്നു. കൊൽക്കത്തയിൽ മാനേജർ ഹട്ട് പാലം തകർന്ന് 2018 3 പേർ മരിക്കുന്നു. ഇങ്ങനെ ആളുകൾ, ഇത് പിന്നെയും കണക്കുകളുണ്ട്. ഏതാണ്ട് 42ഓളം അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത്, പാലങ്ങൾ തകരുന്നു എന്നുള്ളത് ചെറിയ കണക്കല്ല എന്നുള്ളതാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വസ്തുത. ഇതൊരു സ്വാഭാവികമായ അപകടമായിട്ട് കാണേണ്ടതല്ല എന്ന് മാത്രമല്ല ശ്രീജിത്ത്, നമ്മൾ ഈ പറയുമ്പോൾ പാലം തകരുന്നതിനപ്പുറം ഈ തകരുന്ന പാലങ്ങളൊക്കെ 100 കോടിക്ക് മേൽ മുതൽ മുടക്കുള്ളതാണ്. അതെ, തീർച്ചയായും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കൗതുകം. ഞാൻ അതിലേക്ക് വരാൻ വന്നത്. അതായത് ചെറിയ രൂപത്തിലുള്ള പാലങ്ങളല്ല. 2 ജില്ലകളെ ഇപ്പോൾ ഗുജറാത്തിൽ നടന്ന അപകടത്തിൽ 2 വലിയ ജില്ലകൾ, ആനന്ദ് എന്ന് പറയും, വഡോദര എന്ന് പറയുന്നത്. വഡോദര ഒരു പക്ഷേ നമുക്കറിയാം നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ മത്സരിച്ചുള്ള ലോക്സഭാ മണ്ഡലം കൂടിയാണ് വഡോദര. ആ വഡോദരയിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ ദൂരത്തിൽ മാത്രമാണ് ഈ പാലം ഉള്ളത്. ഈ പാലം അടക്കമുള്ള എല്ലാ പാലങ്ങളും ഏതാണ്ട് 100 കോടി 200 കോടി രൂപയ്ക്ക് മുകളിൽ 2 വലിയ ജില്ലകളെ തമ്മിൽ, 2 വലിയ നദികളെ തമ്മിലൊക്കെ ബന്ധിപ്പിക്കുന്ന, കേരളം പോലെ ചെറിയ സംസ്ഥാനത്ത് ചെറിയ പാലം എന്നുള്ള രൂപത്തിലല്ല. ഇതൊക്കെ സാധാരണഗതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ, കേരളം വിട്ടാലുള്ള സംസ്ഥാനങ്ങളിലെ പാലങ്ങളൊക്കെ വലിയ പാലങ്ങളാണ്, വലിയ പ്രോജക്റ്റുകളാണ്. നമ്മളുടെ ദേശീയപാതയുടെ പ്രോജക്റ്റിൻ്റെ തന്നെ വലിപ്പം വരുന്ന, ഒരു ദേശീയപാതയുടെ പ്രോജക്റ്റിൻ്റെ വലിപ്പം വരുന്ന പാലങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ആ നദിയുടെ നീളം, വീതി കണ്ടാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. അവിടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. എത്ര പഴക്കമുണ്ട് എന്ന് പറഞ്ഞാലും ആളുകൾ യാത്ര ചെയ്യുന്നു. ഏതാണ്ട് രാവിലെ 7:30 മണിക്ക് പാലത്തിൽ നിറയെ വാഹനങ്ങളുണ്ടായിരുന്നു. 6ലധികം വാഹനങ്ങൾ വെള്ളത്തിൽ പോയി, നദിയിൽ പോകുന്നു. ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് നദിയിലേക്ക് മറിഞ്ഞു വീഴുന്ന രൂപത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ ആ അപകടങ്ങൾ ഉണ്ടാകുന്നത് നിർമ്മാണത്തിലിരിക്കുന്ന
പാലങ്ങൾ അപകടത്തിൽപ്പെടുന്നത്, അതിൽ തൊഴിലാളികൾ മരിക്കുന്നത്, അതിനുശേഷം പൂർത്തിയായ പാലങ്ങൾ അതിൽ അപകടത്തിൽപ്പെടുന്ന ആളുകൾ മരിക്കുന്നതൊക്കെ ഒരുപക്ഷെ കടുത്ത അനാസ്ഥ എന്ന് വേണം പറയാം. ഇതൊരു പക്ഷേ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ചെയ്തു. ഇതൊരു പക്ഷേ കേരളത്തിലായിരുന്നു ഇങ്ങനെ ഒരു അപകടമെങ്കിൽ, നമുക്കറിയാം തൊട്ട് മുമ്പ് ഒരു മാസം മുമ്പാണ് കേരളത്തിൽ ദേശീയപാത തകർന്ന് വലിയ ദുരന്തം ഉണ്ടാകുന്നത്. ആളുകൾ മരിച്ചില്ല, എന്നാൽ പോലും വലിയ അപകടമാണ്, വലിയ ദുരന്തമാണ്. ഭാഗ്യം കൊണ്ടാണ് ഒരു കാർ യാത്രക്കാരൻ രക്ഷപ്പെട്ടത്. കേരളത്തിൽ എന്തെല്ലാം രൂപത്തിൽ ചർച്ചയായി. ദേശീയപാത അതോറിറ്റിക്കെതിരെ, സംസ്ഥാന സർക്കാരിനെതിരെ, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയൊക്കെ വലിയ വിമർശനങ്ങൾ ഉണ്ടായതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ അപകടം ഉണ്ടാകുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് സ്വാഭാവികമാണ്. ഇതൊരു സ്വാഭാവികമായ അപകടമായി മാത്രം കടന്നു പോകുന്നു. 2 ലക്ഷം രൂപ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്നു. അതോടെ ഈ വിഷയം അവസാനിക്കുന്നു എന്നുള്ളതാണ് ഈ അപകടങ്ങൾ വർദ്ധിക്കാനുള്ള കാരണമായി തോന്നുന്നു. ആരും നോക്കാനും കാണാനില്ലാത്ത അവസ്ഥ ചെയ്തു. സത്യം അത് തന്നെയാണ് ശ്രീത്തെ. ഈ പറഞ്ഞതുപോലെ പാലങ്ങളൊക്കെ തുരുതുരാ നിർമ്മിക്കുന്നു, തുരുതുരാ വന്ന് വീഴുന്നു, ആളുകൾ മരണപ്പെടുന്നു. ഇതൊക്കെ ഇപ്പം സ്വാഭാവികം എന്നുള്ള നിലയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു കാര്യങ്ങൾ. ഈ ഒലിച്ചു പോകുന്നത് കോടികളാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വസ്തുത. അതും 1ഉം 2ഉം അല്ല, 100 കോടിയോളം അധികം ഒരു തുകയാണ് ഇത്തരത്തിൽ ഈ പാലത്തിൻ്റെയൊക്കെ പേരിൽ ഒലിച്ചു പോകുന്നതും.